വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമുക്ക് ഒരു ദിവസം കൂടി ദാനമായിട്ട് തന്നിരിക്കുകയാണ്. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് മറ്റുള്ളവരുടെ വാക്കുകൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് ഏതെങ്കിലും തരത്തില് വേദനിച്ചു പോയ അല്ലെങ്കിൽ മുറിവേറ്റു പോയ സാഹചര്യങ്ങളോ അനുഭവങ്ങളോ ഇന്നും നിന്റെ മനസ്സിനെ തളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്കത് വിട്ടുകൊടുക്കാം. യെശയ്യാ പ്രവാചന പുസ്തകം 60-ാം അധ്യായത്തിൽ 15-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരും കടന്നു പോകാത്ത വിധം പരിത്യക്തയും വെറുക്കപ്പെട്ടവളുമായിരുന്നു നീ, എന്നാൽ ഞാൻ നിന്നെ എന്നേക്കും പ്രൗഢിയുള്ളവളും തലമുറകൾക്ക് ആനന്ദവുമാകും. ദൈവത്തിന്റെ മറ്റമില്ലാത്ത വാഗ്ദാനം വിശ്വസ്തനായ ദൈവം ആകാശം ഭൂമിയും കടന്നു പോയാലും എൻ്റെ വാക്കുകൾക്ക് മാറ്റം വരികയില്ലെന്ന് പറഞ്ഞവൻ നമ്മളോട് പറയുകയാണ്. നീ കടന്നുപോയ പലതരത്തില് അപമാനിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് കുറ്റപ്പെടുത്തി നിന്ദിക്കപ്പെട്ട് മാറ്റി നിർത്തി ആർക്കും വേണ്ടാത്തവളായി ഒരു വെറുക്കപ്പെട്ട ഒരു സാഹചര്യം നിന്നിലുണ്ടായിട്ടായിരിക്കാം. പക്ഷെ ദൈവമായ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്നെ എന്നേക്കും. കാരണം കർത്താവ് നൽകുന്ന ആ ഒരു വാഗ്ദാനം അത് തലമുറകളോളം നിലനിൽക്കുന്നതാണ്. തലമുറകൾക്ക് ആനന്ദമാക്കി മാറ്റുമെന്ന് നമ്മളോട് പറഞ്ഞ കർത്താവ് നമ്മൾ ഒരിക്കലും കൈവിടുകയില്ല. പക്ഷെ ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകളുണ്ടെങ്കിൽ അത് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ദൈവമേ, അങ്ങയുടെ വാഗ്ദാനമായിട്ടുള്ള ആ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപാകടാക്ഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്നത്തെ ദിവസം തരണമെന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അബ്രാഹത്തോട് ദൈവമായ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തില് 2-ാം തിരുവചനം, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവമക്കളെ, നമ്മെ നമ്മുടെ കുടുംബത്തിന്, ദേശത്തിന്, രാജ്യത്തിന്, സഭയ്ക്ക് അനുഗ്രഹമാക്കുന്ന ദിവസങ്ങളാണ്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കാം. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നവൻ ദൈവമാണ്. നിന്റെ പേര് മഹത്വമാക്കുമെന്ന് പറയുന്നത് നമ്മുടെ ദൈവമാണ്. നീ ഒരു അനുഗ്രഹമായിരിക്കും നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ദേശത്തിന്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ജീവിത പങ്കാളിക്ക്, എല്ലാവർക്കും നമ്മളൊരു അനുഗ്രഹമാകും നമ്മുടെ വാക്കും നമ്മുടെ പ്രവർത്തനം. നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതമാകുന്ന പാനപാത്രം സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം, ഈശോയുടെ വലിയ കാരുണ്യവും സുബ്ദാവിന്റെ വലിയ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാകണം. പ്രത്യേകിച്ച് വചനത്തിന്റെ കൊട്ടകെട്ടി തിരുത്തിന്റെ ശക്തിയാല്, യേശുനാമത്തിന്റെ ശക്തിയാല്, വിശുദ്ധ സംരക്ഷണത്താല് ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദിവസം ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്തിട്ട് നമുക്കാകും.